ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, സൂപ്പർ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്തേക്കുക. ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്തോട്ട്. അതൊന്ന് ചൂടായി വന്ന സമയത്ത് നമുക്കതിലേക്ക് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ 2 ടീസ്പൂണോളം ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടായി വന്ന അതിലേക്ക് നമ്മളിതാ ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിന് കൂട്ടത്തിന് നമുക്ക് ഒരു സവാള, മീഡിയം സൈസുള്ള ഒരു സവാളയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തെടുക്കാം കേട്ടോ. ഇനി സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുത്തിട്ട് കളർ മാറ്റി കരിക്കണ്ട കേട്ടോ. കരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ഒന്ന് ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇപ്പോൾ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയ സമയത്ത് നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി അത്യാവശ്യം വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ആട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പൊടിയൊന്നും ചേർക്കുന്നില്ല. 1/2 ടീസ്പൂണോളം നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, കൊറിയാണ്ടർ പൗഡർ. അതിന് കൂടുതൽ നമുക്കൊരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം മഞ്ഞളും കൂടി ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല, ഫിഷ് മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു 3 പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഈ ഒരു പൊടിയുടെ പച്ച മണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കണം. നമ്മൾ സാധാ വെള്ളം അല്ലാട്ടോ ചേർക്കുന്നത്, പുളിവെള്ളമാണ്. അപ്പോൾ പുളിവെള്ളം നമ്മൾ പുളി എടുത്തിട്ടുള്ളത് നമ്മൾ ചെറിയൊരു നാരങ്ങ ഉണ്ടാവുമല്ലോ, ചെറിയൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒരു 5-10 മിനിറ്റ് ചൂടുവെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. ഇനി പച്ചവെള്ളത്തിലാണെങ്കിൽ 5-10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം മാത്രമാട്ടോ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളച്ച് വന്ന് ആ ഒരു ഇഞ്ചിയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അതിങ്ങനെ നമുക്ക് കിട്ടണം. നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് നന്നായി വെന്ത് വരട്ടെ നമ്മൾ തക്കാളിയൊക്കെ. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് നമ്മൾ ഫിഷ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാട്ടോ ചെയ്യുന്നത്. ഫിഷ് ഇന്നേ ഫിഷ് വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് അയലയാട്ടോ. ഇനി നിങ്ങൾക്ക് ഏത് ഫിഷാണ് നിങ്ങളെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, മത്തിയാണെങ്കിൽ മത്തി ചേർക്കാം. ഇനി വലിയ ഏതെങ്കിലും ഫിഷ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അയക്കൂറ, ആവല് അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി ചെമ്മീനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിനാണ് ഉണ്ടാകാൻ. അപ്പോൾ അയല ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ മീനും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഒരു മീനൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ. മീൻ ആവശ്യത്തിന് നോക്കി നോക്കി തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഇത്തിരി ഒന്ന് കൂട്ടി കൊടുക്കാം. അധികം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പെട്ടെന്ന് അങ്ങ് ഇതിൻ്റെ കറിയൊക്കെ അങ്ങ് വറ്റി കറിയൊന്നും ഇല്ലാതായിപ്പോൾ കേട്ടോ. അപ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ച് ഇതുപോലെ ഒന്ന് ഫിഷ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് വെന്തെന്ന് കാണുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫിഷ് ഉടഞ്ഞു പോകാൻ പാടേയില്ല കേട്ടോ. ഫിഷ് ഉടഞ്ഞു പോവാതെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. എന്നാൽ നമ്മൾ ഈ ഒരു കറി നന്നായിട്ട് അങ്ങ് വറ്റി വരണ്ട് പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളെ കറിയൊക്കെ ഏകദേശം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫിഷൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. അത് നമ്മൾ എരിവനുസരിച്ചിട്ടാട്ടോ ചേർക്കേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 3 ചേർക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് മാത്രമാട്ടോ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിന് ഞാനിപ്പം തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങാപ്പാലിൽ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. 1 കപ്പ് തേങ്ങ എടുത്താൽ 1/4 കപ്പോ അതിൽ കുറച്ച് കൂടുതലോ മാത്രം വെള്ളം ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത് നല്ല
കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നമ്മളിപ്പം ഒറ്റൊരു അയില മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു അയില വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ അളവും ഇതുപോലെ കുറച്ച് ഫിഷ് മാത്രം വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഫിഷിൻ്റെ അളവൊക്കെ കൂടുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കുന്ന സാധനത്തിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ചെറുതായിട്ടൊന്നിതാ ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കണ്ട, നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഈ സമയത്ത് നമ്മളിതിൽ ഇനി വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാച്ചി വീതി ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഉലുവ ചേർത്തിട്ടില്ല, കടുക് ചേർത്തിട്ടില്ല, അതൊന്നുമില്ല. പക്ഷെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആട്ടോ സംഭവം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ പയ്യെ പോലെ വീഡിയോ ഒന്നും കറക്റ്റ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസുഖങ്ങളൊന്നും വീട്ടിൽ നിന്ന് അങ്ങ് വിട്ട് മാറിപ്പോകുന്നില്ല. അപ്പോൾ ഒരാൾക്കായി ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുക. അതും സാധാരണ രീതിയിലുള്ള നമ്മളൊരു തണുപ്പും പനി ഒക്കെ ആണെങ്കിൽ നമുക്കങ്ങ് സഹിക്കാമല്ലോ. ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്യാനുള്ളൊരു സമയമോ അതിന് മനസ്സൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായിക്കനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.